ഇന്നലെ വൈകിട്ട് ഒരു അരമണിക്കൂർ കഷ്ടിച്ച് നമുക്ക് മോട്ടർ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളെ കിണറ്റിൽ വെള്ളം പറ്റുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പം ഇന്ന് നമ്മൾ രാവിലെ തന്നെ വന്നിരിക്കുകയാണ്. എത്രത്തോളം വെള്ളം കയറിക്കണം എന്നൊക്കെ നോക്കണം. ടോട്ടല് 19 റിംഗ് ആണ് ഈ കിണറ്റിന്റെ താഴ്ച. അതിൽ നമ്മളിപ്പോൾ ആ കാണുന്ന റിംഗ് മുതൽ എണ്ണിയപ്പോൾ 18 റിംഗ് ഉണ്ട്. അപ്പോൾ ഒരു 1.5 റിംഗ് വെള്ളം ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. ഉപ്പ രാവിലെ കുറച്ച് പട്ടൊക്കെ വലിച്ചു കൊണ്ടിരുന്നുണ്ട്. ആ തലക്ക് കുറച്ച് കക്കേരിക്ക ഉണ്ടാക്കിയിരുന്നു നമ്മൾ. ആ കക്കേരിക്ക വള്ളിയായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചോട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സുഹൃത്ത് അക്ബർ തോട്ടം വിസിറ്റ് ചെയ്യാൻ രാവിലെ എത്തിയിട്ടുണ്ട്. നമ്മുടെ തോട്ടത്തിൻ്റെ അറ്റത്തൊരു കുളമുണ്ട്. അപ്പോൾ ആ കുളത്തിൽ വെള്ളമുണ്ട്. അപ്പോൾ ആ കുളത്തിൽ നിന്ന് ഒരു നേരം വെള്ളം പമ്പ് ചെയ്യാനുള്ള രീതിയിൽ ഇങ്ങോട്ട് സെറ്റ് ചെയ്യാനാണ് ഇപ്പോൾ തൽക്കാലം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇന്ന് മാർച്ച് 25 അപ്പോൾ ഒരു നേരം നമ്മുടെ കിണറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുക, ഒരു നേരം കുളത്തിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ഏപ്രിൽ ഒരു 12 10 അല്ലെങ്കിൽ ഒരു 10-15 ദിവസം കൂടി കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉള്ളൂ എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്ത് ഇബ്രാഹിം വിസിറ്റ് ചെയ്യാൻ വന്നിരുന്നു അപ്പോൾ പറഞ്ഞത്. കാരണം നമ്മൾ ജൂബിലി കിങ് ഒക്കെ കണ്ടില്ല, ഈ ഒരു സൈസ് ആയിട്ടുള്ളൂ ജൂബിലി കിങ്. അപ്പോൾ ഇനി ഇതിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ചെന്ന് കഴിഞ്ഞാൽ ഇതിന് സൈസ് ആവുള്ളൂ. അപ്പോൾ ഈ സൈസിലൊന്നും പൊട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയായാലും ഒരു നമുക്ക് അടുത്ത മാസം ഒരു 10 വരെയൊക്കെ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും വെള്ളം വേണം. തേഞ്ഞിലേക്ക് എടുത്തോണ്ട് എൻ്റെ അമ്മായിയാണ് പൈപ്പ് തന്ന് സഹായിച്ചത്. നമുക്ക് കൃഷിയിടത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ പൈപ്പിൻ്റെ ആവശ്യമുണ്ട്. അങ്ങേ തലക്കത്ത് നിന്ന് ഇങ്ങോട്ട് വെള്ളം പമ്പ് ചെയ്യണ്ടേ. അപ്പോൾ കൂടെ കട്ടക്ക് ഉപ്പുണ്ട്. അപ്പോൾ കൃഷിയിടത്തിൻ്റെ ഇടയ്ക്കൂടി ഈ പൈപ്പ് വലിച്ചു കൊണ്ടുപോകാൻ കുറച്ച് ടാസ്ക്കാണ്. കാരണം വള്ളിയൊക്കെ പടർന്ന് നിൽക്കുന്ന സാഹചര്യമല്ലേ. അതുപോലെ തന്നെ അസങ്കാക്കയാണ് നമുക്ക് വെള്ളം തരാനുള്ള ഒരു മനസ്സ് കാണിച്ചിട്ടാ. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. അതെ എവിളി ആജിക്കോ. ഇവിടെ ചെറിയ ലീക്ക് വന്നു മോട്ടർ ഇട്ട സമയത്ത്. അപ്പോൾ വീണ്ടും ഇവിടെ പൈപ്പ് ചൂടാക്കി കയറ്റിയതാണ്. അസങ്കാക്ക് മോട്ടർ ഇടാൻ വീണ്ടും പോയിട്ടുണ്ട്. ഇവിടെ ഒരു ജോയിൻറ്റ് വരുന്നുണ്ട്. ഉപ്പ ആ ജോയിൻറ്റിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ചൂട്ടേറ്റ് അവിടെ ലീക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഇല്ല, ഈ ജോയിൻറ്റ് കുഴപ്പമില്ല. വെള്ളം അത്യാവശ്യം നല്ല ഫോഴ്സിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. എനിക്കൊണ്ട് നമ്മളിവിടെ നമ്മുടെ 1.5 HP മോട്ടർ അവിടെ വീണ്ടും വേറൊരു ജോയിൻറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഫിറ്റ് ചെയ്യണം. നമ്മുടെ മോട്ടർ 1.5 HP ആണ്. പക്ഷെ അതിൽ നമ്മൾ ഇത്രയും കാലം നനച്ചിട്ട് ഇത്രയും ഫോഴ്സിൽ നമുക്ക് വെള്ളം കിട്ടിയിട്ടില്ല. ഇത് അത്യാവശ്യം നല്ല ഫോഴ്സിൽ തന്നെ കിട്ടുന്നുണ്ട്. ഓറഞ്ച് പഞ്ചാണിത്. ഇതിൻ്റെ ഇടയിൽ കൂടി വള്ളിൻ്റെ മേലെ കൂടി ഇപ്പോൾ പൈപ്പ് വന്നിട്ടുണ്ട്. ധൃതിയിൽ വലിച്ചപ്പോൾ ഇതിൻ്റെ ഭാവിയൊക്കെ എന്താവുമെന്ന് അറിയില്ല. പിന്നെ വള്ളി ചാഞ്ഞിട്ടുണ്ടെങ്കിൽ പോവും. പിന്നെ നമുക്ക് സാവധാനം എന്ത് ചെയ്യണം, ഇപ്പോഴത്തെ നന കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാകണ്ടേ. തീപ്പെട്ടി എത്തുണ്ടാ അല്ലേ ടോളി. കുഴപ്പമില്ല. ഇല്ല വരുമോ ഇല്ല കേട്ടോ. വെള്ളം പാസ് ചെയ്യുന്നുണ്ട്. മോട്ടർ അടിച്ച സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഫോഴ്സിൽ തന്നെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. 1-2 സ്ഥലത്ത് പൈപ്പ് ജോയിൻറ്റിലൊക്കെ പൊട്ടിയിട്ട് വീണ്ടും നമ്മൾ ശരിയാക്കി. പക്ഷെ ഇപ്പോൾ വെള്ളം കിട്ടുന്നില്ല. ഇപ്പോൾ വെള്ളം നമ്മൾ നിൽക്കുന്നത് വെഞ്ചുറിയുടെ അടുത്താണ്. ഇതിൽ കൂടെയല്ല വെള്ളം പാസ് ചെയ്യുക. പക്ഷേ ഇവിടെ വെള്ളം വരുന്നില്ല. ഇനി എന്താ പ്രശ്നം എന്നുള്ളത് ഇനി നോക്കണം. എങ്ങനെയായാലും എൻ്റെ അമ്മായിയും അതുപോലെ തന്നെ അയൽവാസികളിൽ അസങ്കാക്കിയും പിന്നെ ഇവിടെയുള്ള ഒരു അയൽവാസിക്കാരൊക്കെ ഭയങ്കര സപ്പോർട്ടാട്ടോ. ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് തന്നെ നമുക്ക് വേണ്ട രീതിയിൽ വെള്ളത്തിനാണെന്നുള്ള സൗകര്യവും അതുപോലെ തന്നെ പൈപ്പില്ലാത്തതുകൊണ്ട് പൈപ്പ് എടുക്കാനുള്ള സൗകര്യമൊക്കെ കിട്ടി. അപ്പോൾ നമുക്ക് 2-3 ദിവസം കൊണ്ട് മാക്സിമം എന്ത് ചെയ്യണം, ബദൽ സംവിധാനം നമുക്ക് അവിടെ കിണറിൽ കുത്താനോ അല്ലെങ്കിൽ കൊയലടിക്കാനോ എന്തെങ്കിലും സംവിധാനത്തോടു കൂടി മാറേണ്ടി വരും. അപ്പോൾ ഇവിടെ പരിസരത്തൊക്കെ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഒരു നേരം ഇവിടുന്ന് കുളത്തുനിന്ന് വെള്ളം അടിക്കാനുള്ള സൗകര്യം ചെയ്യണം. ഇപ്പോൾ രാവിലെ നമ്മൾ കിണറ്റിൽ നിന്ന് അടിക്കണം എന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ അസങ്ങാക്ക് പറഞ്ഞ് ഇവിടുന്ന് അടിക്കാമെന്ന് പറഞ്ഞ് കുളത്തുനിന്ന്. അപ്പോൾ ഉപ്പത് അവിടെ നിൽക്കണേ. ഫൂട്ട് വാൾവ് കുളത്തിൽ പൊന്തിയതാണോ എന്താണെന്നറിയില്ല. ഇപ്പോൾ വെള്ളം പിടിക്കുന്നില്ല മോട്ടറിന്. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തണ്ണിമത്തൻ കൃഷി തുടങ്ങിയതിന് ശേഷം ഇപ്പോഴാണ് ഇവിടെ ഒരു ട്രെയിൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ട്രെയിൻ നിന്നിട്ട് ഇത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോട്ടർ ഇട്ടിട്ട് ഇടയ്ക്ക് മോട്ടർ ഓഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് നമുക്ക് ഫൈനലി അതിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടിയത്. അതായത് നമ്മളിതുവരെ ഉപയോഗിക്കുന്ന 1.5 HP പമ്പായിട്ടാണ്. ആ പമ്പ് 1.5 HP കൂടുതലാണോ ഡൗട്ടുണ്ട്. അപ്പോൾ ഫോഴ്സ് കൂടുതൽ വന്നിട്ട് ഡ്രിപ്പ് കൂടി വെള്ളം കറക്റ്റ് പോകാത്തതുകൊണ്ട് മോട്ടർ ഓഫ് ആവാൻ തോന്നുന്നുണ്ട്. നമ്മളിവിടെ ഒരു കണക്ഷൻ കൊടുത്തിരുന്നില്ല. ആ കണക്ഷൻ ഓപ്പൺ ആക്കിയിട്ടപ്പോൾ വെള്ളം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ എക്സസ് ആയിട്ട് വെള്ളം പോകണതൊക്കെ കണ്ട് പോയിക്കോളും. പിന്നെ ബാക്കി കറക്റ്റ് ഡ്രിപ്പ് എത്തിക്കോളും.
അതേപോലെ തന്നെ ഓരോ ചെടിയിലേക്ക് വെള്ളം പാസ് ചെയ്യുന്ന ഡ്രിപ്പ് പൈപ്പ് ഇതാണ്, അതായത് സിപ്പർ പൈപ്പ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതിലെ വെള്ളം വരുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ഇത് കിടന്നിട്ട് ലോഡായിരുന്നു. അപ്പോൾ അങ്ങോട്ട് വെള്ളം പോകാത്ത പ്രശ്നമായിരുന്നു. അപ്പോൾ ഓരോ ഏരിയയിലേക്ക് വെള്ളം പോകാതെ വരുമ്പോൾ അത്രയും ലോഡ് കൂടിയത് കാരണം മോട്ടർ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റ് ഇവിടെ ഓവർഫ്ലോ ഇട്ട കാരണം പ്രശ്നമില്ല. പിന്നെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പൈപ്പ് നമ്മളിത് ലോഡ് ഒഴിവാക്കിയിട്ട് മേലേക്ക് നമ്മളെ PVC പൈപ്പിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ച് കൊടുത്ത് നമ്മളിവിടെ വെള്ളം എക്സസൈ കളഞ്ഞല്ലോ കുറച്ച് ആ വെള്ളം ഇവിടെ പോയത്. അപ്പോൾ ഇവിടെ ഒരു അങ്ങനെ സെന്റർ അപ്പോൾ മത്തന് ഉപ്പ് പറഞ്ഞ് വെള്ളത്തിൽ നിർത്തണ്ടാന്ന്. അപ്പോൾ 2 അലഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. ആ കല്ലൂടെ കട്ടച്ചു കൊടുത്ത് കല്ല് തൽക്കാലം ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് മൊത്തം കയറിക്കാണ്. ഇത് എരിമല നിൽക്കണം, കുഴപ്പമില്ല. പോലെ എന്നാ വൈകുന്നേരം നോക്കല്ലേ. അപ്പോൾ ബാക്കി പരിപാടി വെള്ളടിക്കലൊക്കെ വൈകുന്നേരം നോക്കാൻ വിചാരിച്ച്. നന കഴിഞ്ഞിട്ട് നമ്മളിതാ കിണറ്റിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ വന്നപ്പോൾ ആ കാണുന്ന റിങ്ങിൻ്റെ താഴെയായിരുന്നു, അതായത് ഒരു പകുതിക്കുണ്ടായിട്ടുള്ള വെള്ളം. അപ്പോൾ ആ റിങ്ങിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഏന്തി വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പക്ഷേ കുറച്ച് താഴ്ത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കിട്ടുന്ന പ്രതീക്ഷ. റിങ് ആയതുകൊണ്ട് സൈഡിൽ നിന്നും ഉറവ് വരില്ല, അടിയിൽ നിന്നാണ് ഉറവ് വരുന്നത്. അപ്പോൾ ഓരോ റിങ്ങിൻ്റെ അവിടുന്ന് ഈ റിങ്ങിൻ്റെ അവിടുന്ന് ഒരു 1.5 അടി മാറിയിട്ട് സെൻറ്ററിൽ മാത്രം ഒരു 5-6 അടി കുഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡിൽ നിന്നും സെൻറ്ററിനോട് ഉറവ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 2 ആഴ്ചക്കൊക്കെ വെള്ളം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ കാഴ്ചകളൊക്കെ ഇൻഷാ അല്ലാഹ് വഴി ഷെയർ ചെയ്യുന്നുണ്ട്.